ഒന്നുമില്ലെന്നേ. എന്ത് പറ്റി? ഷോക്ക് അടിച്ചോ? കുന്തം. ആ കുറിപ്പിനോട് ഈ ലൈനൊക്കെ ഒന്ന് നോക്കിക്കാൻ പറയണം. എടാ നോക്കട്ടെ. അത്രേ ഉള്ളൂ. പോയേ ഇങ്ങോട്ടോ. ഇന്നെന്താ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ലേ? കുറച്ചു കാലം കൂടെ ഓടും. നമുക്ക് ആ തോമസ് ആനിന്റെ ഇൻസ്റ്റാൾമെന്റ് ഒന്ന് വിളിപ്പിച്ചാലോ? എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നായിരിക്കും എന്താ സിഎമ്മിന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസില്. ഊഹം. ഒരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം. അത് ചിലപ്പോ 199 തെറ്റിന്നിരിക്കും. തെറ്റാണെന്ന് തോന്നുന്നത് മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും. പക്ഷേ ശരിയെന്ന് ഉറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ, അതൊരുത്തനോടും പറയില്ല. ഒടുക്കം വരെ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. മനസ്സിലായോടി കഴുതേ? നോക്കിയോ റെക്കോർഡ്സ് ഒക്കെ? സാർ കിട്ടിയിടത്തോളം. സർ, CI ജലപാലൻ ഡ്യൂട്ടിയിലാണ്, പക്ഷെ സ്ഥലത്തില്ല. ആരാ സ്റ്റേഷൻ ഇൻചാർജ്? അയ്യപ്പൻ നായർ ASI സർ. എന്റെ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ അത് സാർ, ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിൽ ഒരു റിസോർട്ട് റെയ്ഡ് ചെയ്തപ്പോ എന്നാണ് ചിരിക്കുന്നത്? പൊടി വിളിയ ഞാന് ഇതുങ്ങളുടെ മൊഴി എടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം. അയ്യപ്പനാരെ ചെവിന്നാ ചീട്ടെടുത്ത് മാറ്റ്. എന്തോ ചെവിന്നാ ചീട്ടെടുത്ത്. എന്നിട്ട് എവിടെയുണ്ട് CI ജലപാലൻ? അയ്യോ, ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ മുഖ്യമന്ത്രി കഞ്ചാവോട്ടം വെട്ടാൻ വരുന്നു. TV-കാർക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടുവെക്കണമെന്നും പറഞ്ഞ് ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത്. നിന്ന നിപ്പി വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക് പോയതാ അദ്ദേഹം. സർ, ഈ ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു ആള്? അയ്യോ സാർ, അങ്ങനെ ചോദിച്ചാല് അയ്യോ സാർ, ഈ ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിപ്പുണ്ടെന്നല്ലാതെ അടിയോ പിടിയോ കേസോ അങ്ങനെ മുൻറെക്കാർഡായിട്ടൊന്നും ഇല്ല സാർ നമ്മുടെ സ്റ്റേഷനില്. നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും? ഇല്ല സാർ. ഇതാരാ ഇയാള്? പമ്പിന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ, ഡീസൽ അടിച്ചെന്റെ. സോമിക്ക. ഇതാരാ നായരെ? ഈ കമ്പിളി കണ്ടം പാപ്പി? അത് സാർ ഈ ജോസ് എന്ന് പറയുന്നവന്റെ ചേട്ടനാ, കൊമ്പുവേട്ടക്കാരനായിരുന്നു. ആളിപ്പോ ഒരു 10-18 കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറേ, മിണ്ടാനും എടുക്കാനും നോക്കാതെ. അപ്പൊ ഇതാരായിരുന്നു നായരെ? ജോസ് സാർ, 87 ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചതടക്കം 9 ക്രിമിനൽ കേസുണ്ട് നാളിതുവരെ ഈ ജോസിന്റെ പേരിൽ, ഇവിടെ 3 സർക്കിളുമായിട്ട്. പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല ഒരു സ്റ്റേഷനിലും. അയ്യോ സാറേ, അവന് മേളിലും താഴെ എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ. ഓരോ കാലത്ത് ഓരോന്നായിട്ട് തേച്ച് മാച്ചും കൊടുത്തതാ മുമ്പിരുന്നവര് ഓരോരുത്തന്മാര്. ജോസ് ഇവിടെ വരാറുണ്ട് മരിക്കുന്നത് വരെ. കൃത്യമായി തവണ അടയ്ക്കാറുണ്ട് ഓരോ വിളവിനും. ഓണം, വിഷു, തിരുവാതിര, പള്ളിപ്പെരുന്നാള്, ക്രിസ്മസ്, ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും. താൻ കണ്ടിട്ടുണ്ട് ജോസിനെ, കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലടോ സാർ? പിന്നെ നേരത്തെ ചോദിച്ചോ പറയായിരുന്നേ? പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ നല്ല ജലപാലൻ സാർ? അതോ അതിന് മൗണി വല്ലവരും? ഇല്ല സാർ. അല്ലേ? എവിടോ ഡീസൽ അടിച്ച ബില്ല്? KL01 GQ 13932. ഇതാര വണ്ടിയാ? ഇന്ന് രാവിലെ ബംഗിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നല്ലേ? അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലടോ. ഇന്ന് കാലത്ത് മുതൽ ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ. മുസ്തഫ, അറസ്റ്റ്. കാല് പിടിക്കുന്നുണ്ടോ കഴുതേ? പെൻഷൻ വാങ്ങിയുള്ള വഴി നടന്ന പിന്നെ നിൽക്കണോ? ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായോ? ആളെ അറിയും. ഇളയ കുട്ടിയുടെ ഡെലിവറി ഇവിടെയായിരുന്നു. അതൊരു 5-6 കൊല്ലം മുമ്പാ. എന്നാലും ഇവൻ ആളിത്തിരി നൊട്ടോറിയസ് ആയതുകൊണ്ട് ഓർമ്മയുണ്ട്. പക്ഷെ ഇവന്റെ മുഖത്ത് കാണുന്ന മുറിവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തതല്ല.
അന്ന് ഇവന്റെ ഭാര്യയുടെ ഡെലിവറി കഴിഞ്ഞപ്പോ എന്തോ ചില ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായതാ. നോട്ടം പോരാന്ന് പറഞ്ഞ് ഇവനൊരു നഴ്സിനെ കയറി കൈവച്ചു. ഞങ്ങളപ്പോ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ വഴിക്ക് കയറിയിട്ടില്ല. തിരക്ക് കഴിയുമ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരും. അത് എഴുതിയെടുത്തിട്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചോണം. താങ്ക് യു. കിട്ടിയടാ സർ? ഒരു വിജയനാണ് റേഞ്ച് ഇൻചാർജ്. ഇപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞു. സർ വിട്ടോ. സാധാരണ ഈ ജോസിനെ പോലുള്ളവന്മാർക്ക് ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും ഒക്കെ സപ്പോർട്ട് അപ്പുറമാണ് സാർ. ബോർഡറിനപ്പുറം തമിഴ്നാട്ടില് അവർക്ക് വനത്തിൽ നിന്ന് ചരക്കിറക്കാൻ അതല്ലയോ സാർ സേഫ്? ഇവിടെ നിന്നൊന്നുകിൽ ടോപ്പ് സ്റ്റേഷൻ കട്ട് ചെയ്ത് സേതുപാർവതിപുരം അല്ലെങ്കിൽ എല്ലപ്പെട്ടി, അതുമല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെട്ട് ബോഡിമേട്ട് വഴി ബോർഡർ ക്രോസ് ചെയ്ത് പന്നിയാർ പൂപ്പാറ സേനാപതി വഴി ഫോറസ്റ്റ് റോഡിൽ രാജാക്കാട്. അതാണ് ജോസിന്റെ സ്ഥിരം റൂട്ട് മുമ്പൊക്കെ, അല്ലേ മിസ്റ്റർ വിജയൻ? സർ, പക്ഷേ അടുത്ത കാലത്ത് ശത്രുക്കളുടെ ഒറ്റ ഭയന്ന് ജോസ് റൂട്ടൊന്ന് മാറ്റി. ഡാം ചുറ്റി ദാ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അധികമാരും പോകാത്ത കാട്ടുവഴി, ബോഡി 4th സെക്ടറിൽ എല്ലപ്പെട്ടി. സർ, ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഡ്യൂട്ടി ചെയ്തവരുടെ ലിസ്റ്റ് എനിക്ക് വേണം. അയ്യോ സാർ, അത് പേര്, ഫോൺ നമ്പറുകൾ, ഡ്യൂട്ടി ചെയ്ത ദിവസങ്ങൾ വിത്ത് ഓൾ ഡീറ്റെയിൽസ്. സർ, ഇന്ന് തന്നെ. എന്നിട്ട് എന്തായടാ പോയിട്ട് ഡിഗ് ചെയ്തോ ജോസിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്? കൊച്ചിയിൽ ജോസ് താമസിച്ചിരുന്ന ലോഡ്ജിലെ മാനേജറുടെ മറ്റ് സ്റ്റാഫിന്റെ മൊഴികൾ വിശ്വസിച്ചാൽ കഴിഞ്ഞ 17 വർഷമായിട്ട് അവർ ജോസിനെ അറിയുന്നത് കാടമ ബ്രോക്കറായിട്ടാണ്. മാസത്തിൽ ഒരു തവണ കൊച്ചിയിൽ വന്നു പോകുന്ന സാധാ മലഞ്ചരക്ക് ദല്ലാൾ. നിത്യവും വൈകിട്ട് ഒറ്റയ്ക്കിരുന്ന ഒരു ഫുൾ ബോട്ടിൽ വായിച്ചു തീർക്കുന്ന 1-ാം തരം ഒറ്റയാൻ. കാണാൻ വരവ് പോക്കളില്ല, ഹാബിച്വൽ ലോണർ. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു. കമ്പക്കലിലോ കോവിലൂരോ അന്വേഷിച്ചാൽ ഹൈറേഞ്ചിലേക്ക് സീസൺ തോറും കോടികൾ പമ്പ് ചെയ്യുന്ന പേരറിയാത്ത ഏതോ ഗഞ്ച പ്ലാന്റേഴ്സിന്റെ ബിനാമി, അഥവാ വെടിക്കോഴി. പക്ഷേ കമ്പളികണ്ഠൻ ജോസ് എന്ന പാവം കൈവഴി ചെക്ക് പോസ്റ്റുകൾ കടന്നൊഴുകി അവസാനിച്ചത് കൊച്ചിയിൽ ഏത് മഹാസമുദ്രത്തിലേക്കെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സാർ, ഒരാൾക്കും. അപ്പൊ പിന്നെ ജോസിന്റെ ഗോഡ് ഫാദേഴ്സ് ആരെന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരേ ഒരാളേ ഉള്ളൂ സാർ, എന്റെയും നിങ്ങളുടെയും അറിവ്. മുഖ്യം പുട്ടും മുട്ടക്കറി, 2 കോഴിപ്പിടി, ഒരു ഓറഞ്ച് ജ്യൂസ് നീ എടുത്തു വെച്ചോ, ഞാൻ താഴ്ത്തി. എടാ തോമസ് ആന്റണിക്ക് ഒരു പരാതിയുണ്ട്, നീ ഇവനോടൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ല എന്താ എടാ, നീ നമ്മുടെ ഫോറസ്റ്റുകാരെ പേടിപ്പിച്ചു എന്ന് കേട്ടല്ലോ. സാർ സമൺ ചെയ്തിട്ടുണ്ട്. ജോസിന്റെ ഫാമിലി അവർക്കൊന്നുമില്ലടാ പറയാൻ. സാർ ഞാൻ ചെന്ന് കാണുമ്പോൾ അവരാകെ ഷാറ്റഡ് ആണ്. ഒന്നും ചോദിച്ചില്ല, ഓഫീസിലേക്ക് വരാൻ വിളിപ്പിച്ചിട്ടുണ്ട്. CI ജലപാലൻ സാർ മിസ്സിംഗ്. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി സാർ. വൈകിട്ട് ക്ലബില് എടാ വട്ടായോ? CI ജലപാലം വിളിച്ചിരുന്നു. 5 മണിക്ക് ഓഫീസേഴ്സ് ക്ലബിൽ വെയിറ്റ് ചെയ്യുമെന്ന്. ഇരുന്നാലേ ആ നാറി വന്ന് കയറി ജോയ്ക്ക് ചുമ്മാ കുരുപൊട്ടും അളിയും വിട്ടേ. പിന്നെ മറ്റോമാരെ സ്പിരിറ്റിന്റെ ബാക്കി തീർത്തിട്ടില്ലേ? തീർപ്പിച്ചോളാവേ, അളിയൻ ചെല്ല്. ആ നാരി വരുമ്പോ പിടിച്ചിരുത്തി ഒരെണ്ണം ഒഴിച്ചോട്, ഞാനൊന്ന് പെടിപ്പിച്ചേച്ച് വരാം. അയ്യോ ഹലോ. പിന്നെ എനിക്കോ? എനിക്കാരും വരില്ല. എന്നെ ഒരു പുള്ളി ഞൊട്ടുകയല്ല. CM എടുത്തോളാ, ഒന്ന് കൊടുത്തേ. ഹലോ ജലപാലൻ, ഓർമ്മയുണ്ടോ? ഒരിക്കൽ നമ്മളൊന്ന് കൂടിയിട്ടുണ്ട്, ഒരു 4 കൊല്ലം മുമ്പ്. ആശാനെ അങ്ങ് തൃശ്ശൂരില് നമ്മൾ ഓഫീസിൽ സ്റ്റേറ്റ് മീറ്റ് കിടക്കുമ്പോ കാസിനോവില്. അത് പിന്നെ നമ്മൾ രണ്ടുപേരും സർക്കിളാ. തൃശ്ശൂർ സ്റ്റേറ്റ്മെന്റ് നടക്കുമ്പോൾ ഞാൻ സസ്പെൻഷനില്ല, പങ്കെടുത്തിട്ടില്ല. അയ്യോ, അപ്പൊ പിന്നെ നമ്മള് കണ്ടിട്ടില്ല. കറക്റ്റ്. എന്നാ പിന്നെ നമ്മളൊരു ബാച്ചാ. ഞാൻ പിന്നെ കണ്ട ഐജിനും മറ്റേ ഒന്നും കാലിലും കോപ്പയിലും ഒന്നും പിടിക്കാൻ പോവാത്തവരാ. അതുകൊണ്ട് AC ആയില്ല. എങ്ങനെ ഒന്ന് ഒഴിക്കട്ടെ. പിന്നെ ഈ ജോസിന്റെ കേസ് അതറിയാൻ ആശാൻ എന്നെ വിളിപ്പിച്ചെങ്കില് അവനെ അറിയും, കണ്ടിട്ടുണ്ട്. എങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാള്, തിരുവാതിര അവൻ എന്ന് കീർത്തി അക്രോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അവൻ ചത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് ജലപാലനെ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാനോട്ട് ഉദ്ദേശവും ഇല്ല.
പിന്നെ ആചാരെ ഈ ജോസിന്റെ ഇടപാടെ തമിഴന്മാരുമായിട്ടായിരുന്നു. തീർത്തത് അവര് തന്നെ. തർക്കത്തില് സാക്ഷാൽ ബെൽറ്റ് ബോംബിന്റെ ആൾക്കാര് പുലികള്. ഒന്നളിയാ ഐറ്റന്റ് കമ്മീഷണറാന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നോ ഒരു നോട്ടോ ഇല്ലാത്തവന്മാരാ. ആച്ചിക്കളയും. അതുകൊണ്ട് അളിയനൊരു കാര്യം ചെയ്യും. ഞാൻ ഈ കാട്ടുമൂലന്ന് ഇല്ലാത്ത കാശിന് ഡീസൽ ഒഴിച്ചോണ്ട് ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ. അളിയൻ അന്വേഷിച്ചു, തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി കൊടുക്ക. പാട്ടം മടക്കിക്കളാ, ഡേഞ്ചറാ. ശരി, അപ്പൊ കാണാം. താങ്ക്സ്. ആശാനെ, ഞാൻ അന്വേഷിച്ചിടത്തോളം വീട്ടിൽ നല്ല കിളി പോലൊരു ഭാര്യയും ആവുന്നില്ലാത്തൊരു ചെക്കനും. അളിയൻ ഈ വേണ്ടാത്ര കയറി ചൊറിഞ്ഞിട്ട് അവന്മാരും വല്ല വണ്ടി ഓടിച്ച് നെഞ്ചത്ത് കയറ്റി തീർത്ത് കളഞ്ഞാലേ പിന്നെ ഭാര്യയും കൊച്ചിനെയും പണിയാക്കല്ലേ പൊന്നെ. വിടാൻ പോണം. ഇവനിതെന്തോടും മൃഗമാണോ? അല്ല, നരി.